എല്ലാ കൂട്ടുകാർക്കും മുന്നേ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വെള്ളം കയറി ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു പാടാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാടാണ്. ആ പാടത്ത് നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ, അത് നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്, പുഴയൊക്കെ കവിഞ്ഞു ഗായ്സ്, അത്രമാത്രം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ, നിങ്ങൾ സേഫ് അല്ലേ? പിന്നെ നമ്മുടെ പത്തനംതിട്ട അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പുഴ കേട്ടോ. ഈ പുഴയിലാണ് നമ്മൾ കുറച്ച് വെള്ളം ഉള്ളായിരുന്നു. ഇപ്പോൾ വെള്ളപ്പൊക്കവും എല്ലാം കൂടെ വന്നപ്പോൾ ഇത് മൊത്തം കവിഞ്ഞു ഗായ്സ്. നമ്മുടെ പുഴ കവിഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞ എവിടെ നിന്നെങ്ങാണ്ടൊക്കെ ഉരുള് പൊട്ടിയിട്ട് ആണ് ഇത്രയൊക്കെ വെള്ളം ഇത്രയും വരാൻ കാരണം എന്നത്. അവിടെ കണ്ടോ ഗൈസ്, ചുഴിയൊക്കെ നിങ്ങൾ കണ്ടോ? അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെ അത്ര ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാടാണ് മെയിനായിട്ട് നാശനഷ്ടമായിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ നോക്കുക ഗൈസ്, നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ചപ്പ് ചവറുകളൊക്കെ ഒഴുകി വരുന്നുണ്ട്. കുറച്ച് മരങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് തൊട്ട് മുമ്പ് പോയായിരുന്നു കേട്ടോ. മരങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെയൊക്കെ പോയായിരുന്നു. എവിടെയൊക്കെയാണെങ്കിൽ വലിയ ചുഴിയാട്ടോ ഗായ്സ്. നോക്കുന്നു, അവിടെയാണ് ഞങ്ങളുടെ ഇപ്പം നമ്മൾ കാണിച്ചില്ല, അവിടെയാണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു പുഴ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് കുറച്ച് പുറകിലായിട്ട് ഇതുപോലെ തന്നെ വലിയൊരു പുഴ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെയാണ് ഗൈസ്. അവിടെ റോട്ടിയിട്ട് വെള്ളം വന്നു. റോട്ടിയിട്ടെന്ന് വെച്ചാൽ അത്ര നാശനഷ്ടമില്ല. നമ്മുടെ പുഴയിട്ട് പോകേണ്ട ഒരു റോഡാണ്. ആ റോട്ടിയിട്ട് നമ്മുടെ വെള്ളം അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം നമ്മുടെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. പത്തനംതിട്ട ഞാൻ പറഞ്ഞില്ലേ, അവിടേക്കത്തെ ജില്ലയിലാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളപ്പൊക്കം കയറി, വീട് മുങ്ങി, അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. ഞങ്ങൾ വാർത്തയിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ ബുക്കൊക്കെ ഒഴുകി പോകണം ഞങ്ങൾ കണ്ടു ഗൈസ്. എനിക്കാണെങ്കിൽ നല്ല വിഷമം വന്നു കേട്ടോ. അവിടുത്തെ പിള്ളേരും മുതിർന്നവരും എല്ലാവരും ഈ സ്കൂളുകളിലൊക്കെയാണ് പോയി താമസിക്കണത്. ഇന്നും അതുപോലെ തന്നെ വാർത്തയിൽ കണ്ടു കേട്ടോ. ഗൈസ് നല്ല രീതിയിൽ വെള്ളപ്പൊക്കമാണ് ഗൈസ്. നോക്ക് ഗൈസ്, എൻ്റെ പൊന്നെ എന്താ ഒഴുക്കാന്ന് നോക്ക്. ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലയ്ക്കൊക്കെ അവധിയാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ കാര്യം ഇങ്ങനെ ഓർത്തത്. അവിടേക്ക് നോക്ക് ഗൈസ്, എന്തൊക്കെയോ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അതെ, വലിയതായിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കട്ടെ. നോക്ക്, നല്ല ചുഴി ഉണ്ടെന്ന് പറയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണ് ഈ ചുഴി, അതുപോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. കണ്ടോ, അതൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ? അത് എന്താണെന്ന് പോലും നമുക്കറിയാം. നമ്മളൊക്കെ അത് നിരീക്ഷിച്ചായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ നോക്കുക ഗൈസ്, ഇതുപോലെ കലങ്ങിയിട്ടുണ്ട്. എന്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു ഇത്. കുറച്ച് വെള്ളമായിരുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തിനെല്ലാം നശിച്ചു പോയി ഗൈസ്. ഇത്രമാത്രം വൻ ദുരന്തമാണ് നമുക്കിവിടെ ഉണ്ട്. വലിയ ദുരന്തമൊന്നുമില്ല, പക്ഷേ കൃഷികളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ. അതേ കണ്ടോ ഗൈസ്, ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ മാറാടിയല്ല, കായനാട് സ്റ്റേഡിയമാണ് ഗൈസ്. നമ്മുടെ ഗ്രൗണ്ടിലുള്ളൊരു സ്റ്റേഡിയം ആട്ടോ. ഇവിടെ പണിന്ന് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം സ്റ്റേഡിയമൊക്കെ നല്ല രീതിയിൽ മുങ്ങി. ഇവിടെ വെള്ളം കയറുന്ന സ്ഥലം ആട്ടോ ഇത് നോക്കുക ഗൈസ്, നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഇവർ അത്ര ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. ഇത് പണിത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. പിന്നെ സ്റ്റേഡിയത്തിൽ ആ താഴ്ഭാഗം പകുതിയോളം വെള്ളം നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ ഒന്നും വെള്ളം കയറിയിട്ടുണ്ട്. കാരണം നമ്മുടെ വീട് ഇച്ചിരി ഉയർന്നാട്ടോ നമ്മുടെ ആ ഏരിയ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടൊന്നും വെള്ളം കയറിയിട്ടില്ല. നിങ്ങൾ അകത്തേക്കൊന്ന് നോക്കിയ ഇനി ഇവർക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്താലാ അല്ലേ പാവങ്ങൾ. എന്ത് ചെയ്യാനാ, ഈ ഒരു ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തീർന്നില്ലേ. അതാണിത് ഗൈസ്. ഇത് നോക്കി, ഇതിൻ്റെ അകത്തൊക്കെ നോക്കൂ ഗൈസ്, എന്തുമാത്രം വെള്ളമാണ്. ഞാൻ പറഞ്ഞില്ലേ, പാടം എത്ര മാത്രം വെള്ളം കയറിയിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ളൊരു പാടമായിരുന്നു. എന്തെങ്കിലും ആട്ടെ ഇനി. ഇത് നോക്കുക ഗൈസ്, പാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റബ്ബർ തോട്ടം ഉണ്ട് കേട്ടോ. റബ്ബർ തോട്ടം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നോക്കാണ്ടോ കേട്ടോ ഗൈസ്, ഇതാണ് റബ്ബർ തോട്ടത്തിൻ്റെ അവസ്ഥ. ഇവിടെ നല്ല പച്ച പുല്ല്, നല്ല രസമായിരുന്നു ഈ റബ്ബർ തോട്ടം കാണാനായിട്ട്. ഇപ്പോൾ ഇരിക്കണുണ്ട് ചെളിവെള്ളവും അങ്ങനെ വേസ്റ്റ് വെള്ളം എല്ലാം കൂടി എന്തൊക്കെയോ പോലെ ആയിപ്പോയി. അതിൻ്റെ സൈഡിൽ തന്നെ തോടൊക്കെ ഉണ്ട് കേട്ടോ. തോടങ്ങ് കവിഞ്ഞ് ഒഴുകുകയാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അവിടെ ഒരു ചേട്ടനാണ് മീൻ പിടിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കഷ്ടപ്പെട്ടൊരു വള്ളം കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ.
നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, ഒരു മഞ്ഞ കോട്ടും ബ്ലൂ കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചേട്ടൻ ദേ തുഴഞ്ഞു പോകുന്നില്ലേ, തുഴഞ്ഞു വള്ളത്തിൽ പോകുന്നില്ലേ. അങ്ങനെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു തോടുണ്ടെന്ന് പറഞ്ഞത്. അവിടെ ആയിട്ട് തോടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്റ്റേഡിയം പോലത്തെ എന്തോ വരുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗൈസ്, നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ. ഇവിടെ മുകളിൽ അത്ര വെള്ളം കയറിയിട്ടില്ല. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലം കേട്ടോ. അവിടുത്തെ അപ്പുറത്തെ റബ്ബർ തോട്ടമെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഈ കിണർ നല്ല വലിയൊരു കിണറായിരുന്നു, അതിൻ്റെ നടുക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് പാടത്തിൻ്റെ പകുതി ഒരു ഭാഗം കേട്ടോ. ആ ഭാഗമാണിത്. ഇവിടെയാണ് ഈ വാഴ അങ്ങനത്തെ കൃഷികൾ കേട്ടോ. തെങ്ങ് അങ്ങനത്തെ കൃഷികളാണ് ഇവിടെ ഈ ഒരു സ്ഥലത്തുള്ളത്. പാടത്തിൻ്റെ തൊട്ടിപ്പുറയുള്ള സ്ഥലം കേട്ടോ. നിങ്ങൾ നേരത്തെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കേൾക്കാൻ വാഴ, തെങ്ങ്, ജാതി അങ്ങനത്തെ തോട്ടങ്ങളാട്ടോ ഇവിടെ. അപ്പോൾ കണ്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടെത്താറായി. ഇത്രയും ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ. നിങ്ങൾ ശ്രദ്ധിച്ച്